ആ മുറിയാണ് സർ. പിള്ളച്ചേട്ടാ, പിള്ളച്ചേട്ടാ, എന്താടോ ഉറപ്പായി? സ്വാമി ശരണം. ഗുഡ് മോർണിംഗ്. എന്താണോ ഒന്ന് പരിങ്ങുന്നത്? ആരാ മുറിയിൽ താമസിക്കുന്നത്? അത് നമ്മുടെ ശബരി സാറാ. അതെ. ഏത് ശബരി? കവിയോ? ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആരായാലും ശരി, ജഡ്ജിയും കുടുംബം ഇപ്പോഴെത്തും. എന്താ ഇതുവരെ മുറി ഒഴിപ്പിക്കാഞ്ഞത്? സ്വാമി ശരണം, രാവിലെ ഒഴിയാവുന്ന പറഞ്ഞതായിരുന്നു. എന്നിട്ടെന്താ അയാൾക്ക് മാത്രം ഇതുവരെ നേരം വെളുത്തില്ലേ? ഇതേ സർക്കാർ ഗസ്റ്റ് ഹൗസാ. ഇവിടെ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. നിങ്ങൾ ഇവിടുത്തെ മാനേജരല്ലേ? നിങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടെ? അതൊക്കെ അയാളെ പോലുള്ള ബുദ്ധിജീവികൾക്കും ബാധകമാ. വേഗം പോയി ഒഴിപ്പിക്കണം. റപ്പായി പോ. ശബരി സാറേ, ശബരി സാറേ. സാറേ, ഇനിയെങ്കിലും ഒന്ന് ഒഴിഞ്ഞതാ. ഒരു VIP വേണ്ടി ഈ മുറി റിസർവ് ചെയ്തിരിക്കണം നേരത്തെ പറഞ്ഞിരുന്നല്ലേ? ഞാൻ യുദ്ധത്തിനൊന്നും വന്നല്ലോ, പൊക്കോളാം. ഈ തൊപ്പി തലയിൽ ഇരിക്കുമ്പോഴുള്ള ഉത്തരവാദിത്വത്തെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അവേ, ഇതൊക്കെ പാടക്കൂടെ ഇതും കൂടി വെച്ചോളൂ. ഇതൊക്കെ നിറഞ്ഞില്ല. പുസ്തകങ്ങളെ വെച്ചോളൂ. ഒന്നും വെക്കണ്ട. വലിച്ചിട്ട് വലിച്ചിട്ട് നീ കൈ പോരുത്. അയ്യോ, ഇനിയുടെ ഷൂ കൈ പിടിച്ചേ, പിടിച്ചേ, പിടിച്ചേ. അവര് വന്നു. അവര് വന്നു. അവിടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ VIP ആണെന്ന് എനിക്കറിയോ? സ്വാമി ശരണം അറിയില്ല. ഓരോരുത്തർക്കും അവനവൻ തന്നെയാ. അയ്യപ്പ, ഇപ്പൊ മനസ്സിലായി. വന്നോളൂ, വന്നോളൂ. നമസ്കാരം സാർ. സാരില്ലേട്ടാ. താങ്ക് യു. ഈ ഹാർമോണി എവിടെ വെക്കേണ്ടത്? അവിടെ വെച്ചേക്കും. എന്താ? തബലയാണല്ലേ? ആ മുറിയുടെ അത്ര സൗകര്യം ഇല്ലട്ടോ അവിടെ ഇടാം. പേരെന്താ പറഞ്ഞേ? റപ്പായി. റപ്പായി, കുറച്ച് രാസനാദി പൊടി കിട്ടാൻ എന്താ മാർഗം? അയ്യോ, എന്ത് വേണമെന്ന് വെച്ചാലും ഞാൻ കൊണ്ടുവന്നുതരാം. തൊട്ടടുത്ത് തന്നെ ആയുർവേദ കട ഉണ്ടേ. അപ്പുറത്ത് അണക്കെട്ടും കാടും, ഇപ്പുറത്ത് ടൗണും. അങ്ങനെയാ ഇവിടെ. ഈ തടാകം കാണാൻ ധാരാളം ചെറുപ്പക്കാര് വരും. ഈ തടാകം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു വ്യാധി ഒന്നുമില്ല. മണികണ്ഠപിള്ള ഇവിടെ മാനേജറായി വന്നിട്ട് എത്ര വർഷമായി? സ്വാമി ശരണം, 3 വർഷമായി. ഇതിനു മുമ്പ് ചെറുരുത്തി TV-യിലായിരുന്നു. മലയ്ക്ക് പോകുന്നുണ്ടോ? എല്ലാ വർഷവും മുടങ്ങാതെ പോകാറുണ്ട്. ഇപ്പൊ പോകുന്നുണ്ടോ? ഇല്ല, അതിനുശേഷം കാഷായ വസ്ത്രം സ്ഥിരമായിട്ട് സ്വീകരിച്ചു. ഇവിടെ അടുത്ത ക്ഷേത്രമുണ്ട്? ഉണ്ട്, കുറച്ച് അകലെയാ. ശ്രീരാമനാ പ്രതിഷ്ഠ. വളരെ പ്രസിദ്ധ, വിളിച്ചാ വിളിയേക്കുന്ന സ്ഥലമാ. അതിനൊരു ഐതിഹ്യമുണ്ട്. പിന്നെ പറയാം. കുടിക്കാൻ കാപ്പിയാണോ? ചായ മതി. സ്വാമി ശരണം. റപ്പായി. സാറിന് ഊണിന് സ്പെഷ്യലായിട്ട് നല്ല മാനിറച്ചി. മാനിറച്ചി? അല്ല, ഇവിടെ ഈ സാധാരണ ഇറച്ചിക്ക് മാനിന്റെ ഇറച്ചി എന്ന് പറയും. വെജിറ്റേറിയൻ മതി. ഇവളെ എനിക്ക് പേടിയാ. സമയത്ത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഇവളെന്റെ ചെവിക്ക് പിടിക്കും. ആരെങ്കിലും ഒരാൾ ചെവിക്ക് പിടിക്കണമല്ലോ. ഏതായാലും നാട്ടിലേക്ക് വരണമെന്നുള്ള മോടെ ആഗ്രഹം നടന്നല്ലോ. വല്ലാത്ത കൊതുശല്യം ഉണ്ടെന്ന് തോന്നുന്നു. എത്ര നാൾ ഇവിടെ കഴിയേണ്ടി വരും? തെളിവെടുപ്പ് കഴിഞ്ഞ് കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തേ സ്ഥലം വിടാൻ പറ്റൂ. അഴിമതി നടന്നു എന്ന് പറയുന്ന അതേ സ്ഥലത്ത് സിറ്റിംഗ് വെച്ച് സാക്ഷികൾ വിസ്തരിക്കണമെന്നാണ് തീരുമാനം. അതുവരെ മാലതിക്ക് കൊതുകടിയും എനിക്ക് ചിലപ്പോ മനുഷ്യന്റെ കടിയൊക്കെ കൊള്ളേണ്ടി വരും. അല്ല, ഇതെന്താ ആരൊന്നും മിണ്ടാത്ത്? വയറക്കാട് ഡാമിന്റെ പണിക്ക് മന്ത്രി സദാശിവൻ ഒരു സ്പെഷ്യൽ ഓർഡർ പ്രകാരം 70 കോടിയുടെ കോൺട്രാക്ട് AT വാർണിക്ക് കൊടുത്തു എന്ന കാര്യം നമുക്കറിയാം. നടന്നതെന്താ? PWD റേറ്റ് പ്രകാരം 40 കോടിയുടെ വർക്ക് എസ്റ്റിമേറ്റിൽ വെള്ളം ചേർത്ത്
70 കോടിയാക്കി. അതും പഞ്ചായത്ത് തോടിന് പാലം കെട്ടി മാത്രം പരിചയമുള്ള വാറുണിക്ക്. ഇതൊക്കെ നാട്ടുകാർ പറയുന്നതല്ലേ, നമ്മൾ ഏറ്റു പറയണ്ട. നാട്ടുകാർക്ക് ഈ കള്ളക്കളിയൊക്കെ നല്ലവണ്ണം അറിയാം. ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഭാസ്കരം വിഷയത്തിലേക്ക് വരൂ. ബില്ല് പ്രകാരം സർക്കാരിനെ വെട്ടിച്ച രൂപ 1-2 അല്ല, 30 കോടിയാ വാറുണ്ണിയും വെട്ടുകുഴിയും മന്ത്രി എല്ലാം കൂടെ വിരിയിരിക്കുന്നത്. അത് നമ്മുടെ പാർട്ടിയുടെ പേരിലും. നമ്മൾ അങ്ങനെ പറയരുത് ഭാസ്കര. അഥവാ കാശ് വാങ്ങിയെങ്കിൽ തന്നെ അത് നമ്മുടെ ഈ കൊച്ചു പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാ. പാർട്ടിക്ക് വേണ്ടിയാണ് പണം വാങ്ങിയതെങ്കിൽ ആ പണം എവിടെ? 30 കോടി വിഴുങ്ങിയത് അങ്ങാടിപ്പാട്ടാ. ബാഹുലയനും വാറുണ്ണിയും തമ്മിൽ തെറ്റ് സ്ഥിതിക്ക് അന്വേഷണ കമ്മീഷന് പണി എളുപ്പമാ. ബാഹുലയൻ കമ്മീഷൻ മുമ്പാകെ ഹാജരായാൽ നടന്ന കാര്യങ്ങളെല്ലാം തത്ത പറയുന്ന പോലെ പറയും. നിങ്ങൾ ഈ ഞഞ്ഞാ പറഞ്ഞുകൊണ്ടിരിക്കാതെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാ പറ. നാളെ അന്വേഷണ കമ്മീഷന്റെ സിറ്റിംഗ് ആരംഭിക്കുക. സദാശിവം മാത്രമല്ല, എല്ലാവരും കൂട്ടിലാവും എന്ന് തന്നെ കരുതണം. ജഡ്ജി രാജശേഖരൻ നായരെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അയാളുടെ പണിയെടുക്കും. ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിക്കുകയും ചെയ്യും. പാർട്ടിക്കുണ്ടായ പേരുദോഷത്തിന് സദാശിവനും വെട്ടുകുഴിയും കാരണക്കാരാണെന്ന് ഞാൻ എവിടെയും പറയും. സെക്രട്ടറിയെ പറ്റി അപഖ്യാതി പറഞ്ഞ ഭാസ്കരനെ സസ്പെൻഡ് ചെയ്യണം. വിഴുപ്പലക്കലല്ല നമുക്ക് ആവശ്യം. രക്ഷപ്പെടാൻ വല്ല മാർഗം ഉണ്ടെങ്കിൽ അത് പറയും. ഓ, രക്ഷപ്പെടുത്തുന്ന ആളുണ്ടല്ലോ, വെട്ടുകുഴി. വെട്ടുകുഴിയെ കാത്തിരിക്കുകയും സെക്രട്ടറി വരാതെ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടത് വളരെ തന്ത്രപ്രധാനമായ കാര്യങ്ങളാണ്. മന്ത്രി സദാശിവൻ തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോഴും പിടിച്ചിരുന്നു. അയാൾ ആകെ ബേജാറില്ല. അയാളെ പിടിച്ച് മന്ത്രിയാക്കിയ ആരാ? അത് നമ്മളൊക്കെ, അതായത് പാർട്ടി. വെട്ടുകുഴി തന്നെ. അല്ലെങ്കിലും കിങ് മേക്കർ ആണല്ലോ വെട്ടുകുഴി. ആണല്ലോ, നല്ല ഭാസ്കര ആണ്. സദാശിവനെ രക്ഷിക്കാൻ എനിക്കറിയാം. സ്വാഭാവികമായും പ്രതിപക്ഷം നമുക്കെതിരാ. പിന്നെ ഭരണകക്ഷിയിലെ ചിലരും ഉള്ളുകൊണ്ട് ഉള്ളുകൊണ്ട് അങ്ങനെ പലരും എതിരായിരിക്കും. എന്തായാലും സിറ്റിംഗ് നടക്കട്ടെ. കോൺട്രാക്ടർ ബാഹുലയം വന്ന് തെളിവ് കൊടുത്താലല്ലേ ആ ജഡ്ജി, എന്താ അയാളുടെ പേര്, രാജശേഖരൻ നായർ, സദാശിവന്റെ തലയെടുക്കൂ. വിഷയം കാട് കയറുന്നു. ചീഫ് മിനിസ്റ്ററുടെ ശുപാർശയില്ലാതെ കേന്ദ്ര ഗവൺമെന്റ് കമ്മീഷനെ അയക്കില്ലെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇപ്പോൾ അയച്ചിരിക്കുന്നു. അപ്പൊ ചീഫ് മിനിസ്റ്റർ നമുക്കെതിരാണെന്ന് വേണം ധരിക്കാൻ. അതുകൊണ്ട് നമ്മുടെ പാർട്ടിയോ മിനിസ്റ്ററോ അഴിമതി നടത്തിയിട്ടില്ല എന്ന് തെളിയിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതിന് നമ്മുടെ പാർട്ടിയിലെ എല്ലാ ആൾക്കാരും ആത്മാർത്ഥമായി എന്നോട് സഹകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സെക്രട്ടറി പറഞ്ഞത് ശരിയാണ്. വ്യക്തമായൊരു പോംവഴി കണ്ടില്ലെങ്കിൽ സദാശിവന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. അവര് കൊണ്ടുവരട്ടെ, എത്ര ജഡ്ജിമാരെ വേണേ കൊണ്ടുവരട്ടെ. ബാഹുലയം വന്ന് തെളിവ് കൊടുക്കാതെ ഏതായാലും കാര്യങ്ങളൊന്നും നടക്കുമല്ലോ. ബാഹുലയം വരുമെന്ന് നമുക്കറിയാം. സദാശിവനെ ഒന്നും അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ശേഖർജിയോ, നമസ്കാരം. നമസ്കാരം. ശേഖർജി ഞങ്ങൾക്ക് എതിരായിട്ട് മുഖപ്രസംഗം എഴുതി. എന്താ, ഞാനൊരു സത്യമല്ലേ? ആരും ഗവനിക്കാതെ കിടന്ന ഈ കാര്യം ആദ്യം കുത്തിപ്പൊക്കെ നിങ്ങളാ. ഇങ്ങനെ എടുത്ത് ഒക്കടാ പത്രം കയ്യിലുണ്ട്, ആർക്കും എന്തും എഴുതാം. അങ്ങനെ എല്ലാവർക്കും ഒന്നും എഴുതാൻ പറ്റില്ല വെട്ടുകുഴി. MLA മന്ത്രിയൊക്കെ ആവാം, പക്ഷെ എഴുതാൻ അക്ഷരാഭ്യാസം എന്നൊരു മിനിമം യോഗ്യത വേണം. ഏതായാലും ശേഖർജി എഴുതി എഴുതി സ്വന്തം കരള് വരെ ഡോക്ടർമാർ എടുത്തോണ്ട് പോയി. നമ്മൾ ഇത്രയും വളരുകയും ചെയ്തു. പാവം നിത്യബ്രഹ്മചാരി. TBയും ക്യാൻസർ എയ്ഡ്സ് വരെയും ചികിത്സിച്ച് ഭേദമാക്കാം. മനുഷ്യൻ ആദർശം വന്ന് വിടുവിട്ടാ അവന്റെ കാര്യം പോക്കാ. കിടക്കുമ്പോ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാൻ കാണില്ല. ശേഖരേട്ടനോ? എന്റെ ഈ താവളം എങ്ങനെ കണ്ടുപിടിച്ചു? എടോ കശ്മല, ഞാനിന്ന് കോഴിക്കോട്ടുനിന്ന് തന്നെ അന്വേഷിച്ച് ഒറ്റപ്പാലത്തുള്ള തന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോ തന്റെ അച്ഛനും അമ്മയ്ക്കും വലിയ പരാതി. തന്നെ ഒന്ന് നന്നാക്കി എടുക്കണമെന്നും പറഞ്ഞു. എന്നിട്ട് ചേട്ടൻ എന്ത് പറഞ്ഞു? തന്നെ നന്നാക്കിയിട്ട് ഞാൻ ചീത്തയാകാനോ എന്ന് തന്നെ പറഞ്ഞു. എന്നിട്ട് തന്റെ ഈ മാളം കണ്ടുപിടിക്കാൻ പെട്ട പാട്. ഞാനിവിടെ അജ്ഞാതവാസില എന്റെ ശേഖരേട്ടാ. ഈ നോവല് മുഴുമിച്ച് ഏതായാലും ഞാൻ മടങ്ങും. വാചാലമായ പ്രകൃതി കൊള്ളാം. പേര് പോലെ തന്നെ മനോഹരമായിരിക്കും ഓടോ തന്റെ സൃഷ്ടിയും. ശേഖരന് കഴിക്കാൻ എന്താ വേണ്ടത്? നേരത്തെ പറഞ്ഞാൽ ഇവിടെ വല്ലതും കിട്ടൂ. തന്റെ ഒരു ഫോർമാലിറ്റി. ഞാൻ ഭക്ഷണം കഴിച്ചു.
അല്ലേലും എന്റെ ഭക്ഷണക്കാരൻ തനിക്ക് അറിയാലോ. എന്ത് തുറന്നു നോക്ക്. തന്റെ ദുർഗുണങ്ങൾക്കുള്ള ഒരു പാരിതോഷികമാണ്. കൊള്ളാമല്ലോ ഇത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി സ്നേഹിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ ശേഖരേട്ടാ? വേറെ ആരും ഇല്ലല്ലോ കൊടുക്കാൻ. എത്ര കാലം പത്രം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. എനിക്കാണെങ്കിൽ തീരെ വയ്യ. സത്യം പറയുന്നതുകൊണ്ട് പുറമേ നിന്നുള്ള ഭീഷണികൾ വേറെ. എന്റെ ശേഖരേട്ടാ, സ്വർണപാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു മണ്ണിലെ ശാശ്വത സത്യം. കേട്ടിട്ടില്ലേ? ആ, വയലാറിനെ വിട്. വിശേഷാപ്രതിയിലേക്കുള്ള തന്റെ കവിത എവിടെ? ആ, അതേ ശേഖരേട്ടനെ പിടിച്ച് നേരത്തെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ, എനിക്കൊന്ന് കുളിക്കണം. ഈ നേരത്തോ? അതിനൊരു കാരണമുണ്ട്. എന്നെ ഇന്നൊരുത്തൻ കെട്ടിപ്പിടിച്ചു. അതിന് കുളിക്കണോ? കെട്ടിപ്പിടിച്ചത് ആരാന്നറിയോ? സാക്ഷാൽ വെട്ടുകുഴി. എന്റെ അമ്മോ, എന്നാ കുളിക്കണം. വെറും കുളി പോരാ, എണ്ണയും സോപ്പും തേച്ചൊരു വിശാലമായ കുളി ആയിക്കോട്ടെ. യെസ്, പ്രൊസീഡ്. കൃഷ്ണയ്യർ വിശ്വനാഥ് അയ്യർ, കൃഷ്ണയ്യർ വിശ്വനാഥ് അയ്യർ, കൃഷ്ണയ്യർ വിശ്വനാഥ് അയ്യർ, കൃഷ്ണയ്യർ വിശ്വനാഥ് അയ്യർ. സത്യം ബോധിപ്പിച്ചു കൊള്ളാം. സത്യം ബോധിപ്പിച്ചുകൊള്ളാം. സത്യമല്ല മറ്റൊന്നും ബോധിപ്പിക്കില്ല. സത്യമല്ല മറ്റൊന്നും ബോധിപ്പിക്കില്ല. ദൈവം സാക്ഷി. ദൈവം സാക്ഷി. ജലസേചന വകുപ്പിലെ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു. മന്ത്രി സദാശിവൻ SO4/84 നമ്പർ പ്രകാരം കോൺട്രാക്ടർ AT വാർണിക്ക് കൊടുത്ത ഡാമിന്റെ കോൺട്രാക്ടിൽ അഴിമതി നടന്നു എന്ന് പറയുന്നത് വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. അണക്കെട്ടിന്റെ പണിക്ക് വേണ്ടി തയ്യാറാക്കിയ 40 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഞാൻ നേരിട്ട് വിശദമായി പരിശോധിച്ച് ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ജോലിയുടെ അടിയന്തര സ്വഭാവം പരിഗണിച്ച് പൊതു ടെൻഡർ നൽകാതെ തെരഞ്ഞെടുക്കപ്പെട്ട കോൺട്രാക്ടർമാരുടെ ഒരു പാനൽ തയ്യാറാക്കി. അതിൽ ഏറ്റവും കുറഞ്ഞ ടെൻഡർ നൽകിയത് AT വാരുണ്ണിയായിരുന്നു, 70 കോടിക്ക്. AT വാരുണ്ണി ഈ തുകയ്ക്കുള്ള കോൺട്രാക്ട് എടുക്കാൻ അർഹനും യോഗ്യനുമാണെന്നത് കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ള രേഖകളിൽ നിന്ന് വ്യക്തമാണ്. അണക്കെട്ടിന്റെ ജോലിക്ക് ഞാൻ നേരിട്ട് കാലാകാലങ്ങളിൽ മേൽനോട്ടം വഹിച്ചിട്ടുള്ളതുമാണ്. ഈ സാഹചര്യത്തിൽ മന്ത്രി സദാശിവൻ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി നടത്തിയെന്ന് പറയുന്നത് സത്യത്തിന് നിരക്കാത്തതാണെന്ന് ഞാൻ ഈ കമ്മീഷൻ മുമ്പാകെ ബോധിപ്പിച്ചുകൊള്ളുന്നു. മിസ്റ്റർ വിശ്വനാഥ് അയ്യർ, AT വാരുണ്ണി ഇതിനു മുമ്പ് ചെയ്ത ഏറ്റവും കൂടിയ കോൺട്രാക്ട് എത്ര രൂപയുടെ ആണെന്ന് പറയാമോ? ഓർക്കുന്നില്ല സർ. ഇവിടെ ഹാജരാക്കിയിട്ടുള്ള ഏതെങ്കിലും രേഖയിൽ നിന്ന് അത് അറിയാൻ കഴിയുമോ? അത് ശ്രദ്ധിച്ചിട്ടില്ല. മിസ്റ്റർ വിശ്വനാഥ് അയ്യർ, വൺ മോർ ക്വസ്റ്റ്യൻ. അണക്കെട്ട് ഉദ്ഘാടനം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ അടിഭാഗത്ത് നിന്ന് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണതായ വാർത്ത വന്നിരുന്നല്ലോ, അതേക്കുറിച്ച് എന്ത് പറയുന്നു? ആക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ മന്ത്രിയും ഞാനും നേരിട്ട് പോയി അത് പരിശോധിച്ചതാണ്. ടേപ്പിന്റെ ഒരു ആവരണം മാത്രമേ പോയുള്ളൂ എന്നും തീരെ ആശങ്കയ്ക്ക് വഴിയില്ലെന്നും മന്ത്രി വിശദീകരണക്കുറിപ്പ് ഇറക്കിയിരുന്നു. ബാത്റൂമിന്റെ ഗ്ലേസ് ടൈൽസ് അടർന്നു പോയതുപോലെയേ ഇതുള്ളൂ എന്നല്ലേ? അതെ സർ. സദാശിവൻ അസംബ്ലി കഴിഞ്ഞപ്പോ വന്നു. ഇന്നലെ അസംബ്ലിയിലെ ഇന്നലത്തെ കല്ലേറൊക്കെ എങ്ങനെ ഇരുന്നു? തനിക്ക് വല്ലതും പറ്റിയോ? ഇന്നത്തെ പത്രങ്ങളൊന്നും കണ്ടില്ലേ? അവരുടെ പ്രധാന ഇതേപ്പം ഞാനാ. എന്റെ ഓങ്ങല്ലൂർ സദാശിവ, ഇതുപോലെ 1000 എൻക്വയറി കമ്മീഷൻ വന്നാലും അത് നമുക്ക് ബുൾഡോസറിന് മുമ്പിൽ പാറ്റ വന്ന പോലെ ഉള്ളൂ. വെട്ടുകുഴി പറഞ്ഞ മാർഗത്തിലൂടെയാണ് ഞാൻ ഇന്ന് വരെ നീങ്ങിയത്. അങ്ങനെ വേണമല്ലോ. സദാശിവനെ മന്ത്രിയാക്കിയ ഞാനല്ലേ? ആ, എന്ന് പറയാം. പറയാവുന്നല്ല, ഞാൻ തന്നെ. ഈ വെട്ടുകുഴി കഴിഞ്ഞ 15 കൊല്ലമായി നമ്മുടെ പാർട്ടിയിൽ ആരും എന്റെ സഹായം ഇല്ലാതെ മന്ത്രി കസേര ഇരുന്നിട്ടില്ല. തറവാട് ഭാഗിച്ചു കിട്ടിയ സ്വത്തിന്റെ പകുതി പോലും എനിക്കിപ്പോ ഇല്ല. അതാ എനിക്ക് രാഷ്ട്രീയം കൊണ്ടുണ്ടായ നേട്ടം. ഞാൻ കൈക്കൂലി വാങ്ങിയെന്നാ പരാതി. എനിക്ക് ആ പണം തീക്കനലായിട്ടാ തോന്നിയത്. ഞാൻ കയ്യോടെ അത് നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തു, പാർട്ടി ഫണ്ടിലേക്കെന്നും പറഞ്ഞു. വ്യക്തമായൊരു പോംവഴി കണ്ടില്ലെങ്കിൽ രക്ഷയില്ല. മുഖ്യമന്ത്രി നമ്മുടെ കൂടെ നിൽക്കില്ല. പക്ഷെ കൂടുതൽ പേടിക്കേണ്ടത് ആ കോൺട്രാക്ടർ ബാഹുലേനെയാ. തെളിവുകളെല്ലാം അയാളുടെ കയ്യിലാ. സദാശിവ, സൂര്യൻ കിഴക്ക് അസ്തമിച്ചു എന്ന് ചിലപ്പോ കേട്ടെന്ന് വരാം, എന്നാലും വെട്ടുകുഴി തോറ്റെന്ന് കേൾക്കില്ല. ബാഹുലേനെ ഞാൻ കൂട്ടിലടയ്ക്കും.
ഞാൻ ആ കസ്റ്റംസ് ഓഫീസ് വരെ ഒന്ന് പോവുക. അച്ഛനൊന്ന് വിളിച്ചു പറയണം. എന്താ കാര്യം? ഹോസ്പിറ്റലിലേക്കുള്ള ചില എക്യുപ്മെന്റ്സ് ചേച്ചി അമേരിക്കയിൽ നിന്ന് അയച്ചിട്ടുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്യാനാ. ഇതാണോ വലിയ കാര്യം? അത് ഞാൻ ആ കസ്റ്റംസ് കളക്ടറെ വിളിച്ച് പറഞ്ഞ് ശരിയാക്കാവുന്നേ. ഏതായാലും ഇങ്ങനൊരു ആവശ്യത്തിനെങ്കിലും ഡോക്ടറെ പടിയൊന്ന് കയറിയല്ലോ. പിന്നെ ഹോസ്പിറ്റൽ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? അവര് ബിസിനസ് ആക്കിയിട്ടില്ല. അവിടെയാ കുഴപ്പം, അച്ഛന്റെ മോന്റെ. അതുപോട്ടെ, തന്റെ അച്ഛനെ പോലെ മനഃശക്തി ഇല്ലാത്ത രാഷ്ട്രീയക്കാർക്ക് ഊർജം പകരാനുള്ള വല്ല ചികിത്സാവിധി ഉണ്ടോ? തമാശകളാ. എനിക്കിപ്പോ ആവശ്യം മരുന്നല്ല, ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടല. ഞാൻ ചീഫ് മിനിസ്റ്ററെ ഒന്നുകൂടെ കാണാം.